വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാം നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ എടുക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ എക്സാമിലേക്ക് കടക്കുകയാണെങ്കിൽ അക്കൗണ്ടിംഗ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പം അക്കൗണ്ടിങ് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്നവരെന്ന് പറയുന്നത് കോമേഴ്സ് മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ച ആളുകളായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അക്കൗണ്ടിങ് ഒരു ബേസിക് നോളജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ 1 by 1 ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർക്കുക. പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ക്ലാസ് എല്ലാം നോട്ടായി പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വൈകുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ടെക്നിക്സ് ഓർ ടൂൾസ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. The following are the techniques which is used in connection with analysis and interpretation of financial statement. First one is comparative financial statement. What do you mean by comparative financial statement? These statements are prepared in a way so as to provide time perspective to the consideration of various elements of financial position embodied in such statements. This is done to make the financial data more meaningful. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ കൂടുതൽ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് 2 or more years ആർ പ്രിപ്പയർ ടു ഷോ അബ്സല്യൂട്ട് ഡേറ്റ ഓഫ് 2 or more years. 2 or more yearsൻ്റെ ഡേറ്റാസാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഇൻ അബ്സല്യൂട്ട് ഡേറ്റ ഇൻ വാല്യൂ ആൻഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജസ് ആയിട്ട് നമ്മൾ കാണിക്കും. അതുപോലെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡേറ്റാസ് കാണിക്കും. Next one, comparative income statement. This statement discloses the net profit or net loss resulting from the operations of business. Such statement shows the operating results for a number of accounting periods so that the changes in absolute data from one period to another period may be stated in terms of absolute change or in terms of percentage. This statement discloses the net profit or net loss. Net profit or net loss ആണ് ഇവിടെ കാണിക്കുന്നത്. Such statement shows the operating results of number of accounting period. ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിങ് പീരിയഡിൽ വരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, പെർസെൻറ്റേജ് ആയിട്ട് കാണാൻ പറ്റും. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ഇൻ ഡിറൈവിംഗ് മീനിങ് ഫുൾ കൺക്ലൂഷൻ. ഇറ്റ് ഈസ് വെരി ഈസി ടു അസർട്ടൈൻ ദ ചേഞ്ചസ് ഇൻ സെയിൽസ് വോളിയം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെയിൽസ് വോളിയത്തിൽ വരുന്ന ചേഞ്ചസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ടെക്നിക്സ് ഓർ ടൂൾസ് ഓഫ് അനാലിസിസ് ഓർ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് നോക്കി, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നോക്കാനുണ്ട്. അതിന് മുൻപ് എന്താണ് ഈ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഓൺ 2 or more different dates can be used for comparing assets and liabilities and to find out any increase or decrease in this item. കമ്പയർ ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലേ? This facilitates the comparison of figures of 2 or more periods and provide necessary information which may be useful. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Forming an opinion regarding financial position. Then advantages of comparative balance sheet എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, comparative balance sheet depicts the position of firm on different dates and also the extent of increase or decrease between these dates. ഇൻക്രീസ് ഓർ ഡിക്രീസ് നമുക്ക് ഓരോ ഡേറ്റിൽ വരുന്ന ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്ത് ഇൻക്രീസ് ആണ് ഓരോ വാല്യൂവിൽ വന്നിട്ടുള്ളത്, എന്ത് ചേഞ്ച് ആണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സെയിൽസ് വോളിയം ആവാം,
മറ്റെന്ത് കാര്യമായാലും നമുക്ക് ഓരോ വർഷത്തിലും വന്ന ചേഞ്ച് അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ്. സെക്കൻഡ് പോയിന്റ്, ദ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഷോസ് ദ പൊസിഷൻ ഓഫ് ദ ഫേം ആസ് വെൽ ആസ് ഇറ്റ്സ് മാർക്കറ്റ് ഔട്ട് ട്രാവൽസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. Then comparative balance sheet highlights the change as well as the position, whereas in single balance sheet only position can be known. Comparative balance sheet bridges the balance sheet and profit and loss account. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ് അഡ്വാൻറ്റേജസ് ആണ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കോമൺ മെഷർമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കോമൺ മെഷർമെൻറ്റ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ദോസ് ഇൻ വിച്ച് ഫിഗേഴ്സ് റിപ്പോർട്ടഡ് ആർ കൺവേർട്ടഡ് ടു സം കോമൺ ബേസ്. വെർട്ടിക്കൽ അനാലിസിസ് ഈസ് റിക്വയർഡ് ഫോർ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് അണ്ടർലൈൻ കോസസ് ഓഫ് ചേഞ്ചസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഉണ്ട്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പം ടോട്ടൽ അസറ്റ് ഓർ ലാബിലിറ്റീസ് ആർ ടേക്കൺ ആസ് 100 ആൻഡ് ഓൾ ദ ഫിഗേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ. അപ്പോൾ നമ്മൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് 100 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എല്ലാ ഫിഗേഴ്സും നമ്മൾ ഈ ഒരു വാല്യൂയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റും നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിൽ വരുന്നതാണ്, നമ്മുടെ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുമ്പം ഇനിയും ഉണ്ട് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ മെഷർമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ നെക്സ്റ്റ് നമുക്കിനി എടുക്കാനുള്ളത് ട്രെൻഡ് പെർസെൻറ്റേജ് അനാലിസിസ്, അതുപോലെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് ആൻഡ് റേഷ്യോ അനാലിസിസ്. അപ്പോൾ ഇനി വരുന്ന ട്രെൻഡ് പെർസെൻറ്റേജ് അനാലിസിസ് മുതലുള്ള മെത്തേഡ്സ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്